നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 7ാം ഭാഗം. ഭൂമിക്ക് +2 ഫൈനൽ എക്സാം ആയിരുന്നു. പരീക്ഷാച്ചൂട് തലയിൽ പെരുത്ത് നടക്കുന്ന സമയം. എങ്ങനെയെങ്കിലും ജയിച്ചു കിട്ടിയേ തീരും. 8 നിലയിൽ പൊട്ടിയാൽ അച്ഛൻ ചിലപ്പോൾ കവിളത്ത് 2 പൊട്ടിച്ചെന്നും വരും. മോൾക്ക് പരീക്ഷാപ്പേടി തലയിൽ വട്ടമിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ തലയിൽ പെണ്ണ് കെട്ടാനുള്ള ചൂരാണ് കൂടുതലും. ഒരു വശത്ത് രത്നാകറും ഭദ്രനും ചെല്ലമ്മാളും പെണ്ണിനെ തേടിയുള്ള പരക്കം പാച്ചിലാണെങ്കിൽ, മറുവശത്ത് ചണ്ഡികയും കസ്തൂരിയും കൊണ്ടുവരുന്ന പെണ്ണിനെ ജീവനോടെ ദഹിപ്പിക്കാൻ കച്ചകെട്ടി കാത്തിരിക്കുന്നു. ഒന്നും അറിയാതെ ബ്ലാക്കി തിന്നും കുടിച്ചും വയറ് വീർപ്പിച്ച് ഭൂമിയുടെ അരിയിൽ നന്ദി കാണിച്ചു നടക്കുന്നു. ഭൂമിക്ക് നാളെയോടെ പരീക്ഷ തീരെയല്ലേ? കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ ചോറും കറിയും നിറയ്ക്കുന്നതിനിടെ മൈന ചോദിച്ചു. ആ മൈന, സ്കൂൾ അടച്ചു. അത് കഴിഞ്ഞ് ഇനി കോളേജ് പഠിപ്പാവുമല്ലേ? മൈനയുടെ ആ ചോദ്യത്തിന് ഭൂമി ആലോചിച്ചു നിന്നേയുള്ളൂ. ഉത്തരം നൽകിയില്ല. സ്വന്തം ഉന്നമനത്തിന് വേണ്ടി പെണ്ണ് കെട്ടാനുള്ള അച്ഛൻ്റെ ഒരുക്കങ്ങൾ ഏതുവരെയായി എന്നറിയോ ഭൂമിക്ക്? മൈന ഭൂമിയോട് ചോദിച്ചു. മൈനയുടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും ഭൂമിയുടെ തൊണ്ടയിൽ തടഞ്ഞ് ശ്വാസം മുട്ടിച്ചു. ഭൂമിക്ക് ഒന്നും അയാളോട് സ്നേഹത്തോടെയോ എതിർത്തോ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അച്ഛൻ്റെ 3ാമത്തെ വിവാഹം തന്നെ എത്രത്തോളം ബാധിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. സ്കൂളിൽ ഇതുവരെ ഈ വാർത്ത ആരും അറിഞ്ഞിട്ടില്ല. ആലോചന മുറുകുന്ന സമയമാണ്. ഇതുപോലെ ആവില്ല കല്യാണം കഴിഞ്ഞാലുള്ള സ്ഥിതി. നൊടിയിടയിൽ അങ്ങ് ടൗൺ വരെ അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അക്കാര്യം പറഞ്ഞാവും അടുത്ത പരിഹാസം. അല്ലെങ്കിലേ ചെവിക്കല്ല് പൊട്ടിത്തെറിക്കുന്ന കളിയാക്കലാണ് ഭൂമി മിക്കപ്പോഴും അഭിമുഖീകരിക്കാറുള്ളത്. ഭൂമിയെ കാത്ത് ജീപ്പിനുള്ളിലിരുന്ന നന്ദ അകത്തേക്ക് കയറി വന്നു. മൈനയെ കണ്ടപ്പോൾ കയ്യിലെ സിഗരറ്റ് മറച്ചു പിടിച്ചു. വീടിനുള്ളിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും അയാൾ ഉപയോഗിക്കാറില്ല. മൈനയ്ക്ക് നന്ദയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാമെങ്കിലും ഇടയ്ക്കിടെ ശിവകാമിയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം അജ്ഞാതമാണ്. ഭൂമിക്കാവുമ്പോൾ അത് നന്നായി അറിവുള്ളൊരു കാര്യവും. ജീപ്പിലിരുന്ന് നന്ദ പലതവണ പുകവലിക്കുന്നത് ഭൂമി കണ്ടിട്ടുണ്ട്. നന്ദയ്ക്കറിയാം ഭൂമി തന്നെ രത്നാകരനോ അയാളുടെ ഭാര്യമാർക്കോ ഒറ്റ കൊടുക്കില്ല എന്ന്. നന്ദ സിഗരറ്റ് മറച്ചു പിടിച്ചത് മൈന കാണാത്ത മട്ടിൽ അഭിനയിച്ചു നിന്നു. ചോറ്റുപാത്രം ഭൂമിയുടെ കയ്യിൽ കൊടുത്ത് മൈന തിരിച്ചു അടുക്കളയിലേക്ക് പോയി. മുകളിലെ മുറിയിൽ ചണ്ഡികയുടെ യാത്ര പറയാൻ ഒരുങ്ങുമ്പോൾ ചണ്ഡിക അക്വേറിയത്തിലെ മീനുകൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. അമ്മ, ഞാൻ ഇറങ്ങാട്ടോ. ചണ്ഡിക എന്നൊരു മൂളലിൽ ഒതുക്കി. പിന്നെയും ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു. ഭൂമി താഴെ ഇറങ്ങി വരുമ്പോൾ നന്ദ ജീപ്പ് സ്റ്റാർട്ടാക്കിയിരുന്നു. ഭൂമിയെ സ്കൂളിൽ വിട്ട് മടങ്ങി വരുമ്പോൾ നന്ദ ശിവകാമിയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റി. കരിമനക്കാടുകൾ കാറ്റിൽ കടപുഴകുന്ന കണക്കിന് ആടി വിലഞ്ഞു. വഴിക്ക് നടുവിലായി മൊഴി നന്ദയെ നോക്കി ദഹിപ്പിച്ചു. ഒരു കാലത്ത് അയാളോട് അവൾക്ക് ദേഷ്യമൊന്നും തോന്നിയിരുന്നില്ല. ഇപ്പോഴും നന്ദ മൊഴിയെ അശ്ലീലതയോടെ നോക്കിയിട്ടില്ല. അറിവുകൾ വർദ്ധിച്ചു വന്നപ്പോൾ മൊഴിക്ക് അമ്മയെ കാണാൻ വരുന്നവരിൽ ഒരാളായ നന്ദ കണ്ണിലെ കരടായി മാറിപ്പോയിരുന്നു. ഇന്നേവരെ അവളോ അയാളോ പരസ്പരം ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. തൻ്റെ പഠിപ്പ് പാതിക്ക് വെച്ച് നിന്നുപോകാനുള്ള കാരണങ്ങളിൽ അവൾ നന്ദയുടെ പേരും ചേർത്തു. അമ്മ ഇവിടെ ഇല്ല. ജീപ്പിൻ്റെ താക്കോലും ചുഴറ്റി അയാൾ മുന്നോട്ട് നടന്നെടുത്തപ്പോൾ തടഞ്ഞുകൊണ്ട് മൊഴി ശബ്ദിച്ചു. എവിടെ പോയി? കടയിൽ. എപ്പോൾ വരും? അതറിഞ്ഞിട്ട്? വാക്കുകൾ മുറിച്ചിട്ട പോലെ നന്ദയ്ക്ക് തോന്നി. അവളുടെ പെരുമാറ്റം, മുഖത്തെ വെറുപ്പ് നിറഞ്ഞ നോട്ടം, അമ്മയോടുള്ള പുച്ഛം, മറന്നാൽ പോകാത്ത വിഷമങ്ങൾ, അങ്ങനെയെല്ലാം ആ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം. താനിവിടെ വരുമ്പോൾ അങ്ങേയറ്റം മൗനം പാലിച്ച കുട്ടി ഇപ്പോൾ നാവനക്കിയിരിക്കുന്നു. പത്തി മുളയ്ക്കാത്ത പാമ്പ് പത്തി വിടർത്തി കാണിക്കുന്നു. നന്ദയെ വഴികിടത്താത്ത പോലെ അയാൾക്ക് തോന്നി. അവൾ അങ്ങനെ തടസ്സം നിൽക്കുന്ന നിൽപ്പ് അങ്ങോട്ട് പോകാൻ അനുവദിച്ചില്ല. പിന്നെ ഒരിക്കൽ വരാം എന്നയാൾ മനസ്സിൽ ഉറപ്പിച്ചു. ജീപ്പിലേക്ക് തിരികെ നടന്നു. അവളുടെ തീക്ഷ്ണമായ നോട്ടം തുളഞ്ഞു കയറിയ തൻ്റെ ഹൃദയത്തിൽ ചെറിയൊരു പിടപ്പ് അയാൾക്ക് അനുഭവപ്പെട്ടു. ഭൂമിയെ കൊണ്ടുവരാൻ ഇനി വൈകിട്ട് പോകണം. പിന്നെ ഏട്ടനേൽപ്പിച്ച തോട്ടത്തിലെ തൊഴിലാളികളുടെ കൂലി കൊടുക്കാനും എത്രയെത്ര ജോലികൾ. എന്നാലും ഈ കുട്ടിയാ എന്താ ആകെ മാറിപ്പോയല്ലോ. വല്ലാത്തൊരു പ്രകൃതം. കൂർപ്പിച്ച മുഖത്ത് കല്ല് പോലെയുള്ള മനസ്സുപോലെയായിരുന്നു അവളെ നേരം. അപ്പോൾ ത്രയം എന്ന തുടർക്കഥയുടെ 7ാം ഭാഗം ഇവിടെ അവസാനിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കഥ വെറും സാങ്കല്പികമാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കഥാപാത്രങ്ങളും പ്രമേയവും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ സങ്കല്പിച്ചെഴുതിയ ഒരു കഥയാണ്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ത്രയത്തിൻ്റെ 8ാം പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.